ഇപ്പോഴത്തെയും ഈ കമ്മിറ്റിക്കാരിലുള്ള ഒരാൾ തന്നെ ഞാൻ ഈ നാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് കൂടി മോശമായിട്ടാണ് ഒതുക്കി വെച്ച് നടത്തണമായിരുന്നു. ഇറങ്ങി നടത്തിയപ്പോൾ നാട്ടിന്റെ പ്രശ്നം തന്നെയാണ്. ഞാൻ അടുത്താണ് ഈ വേടന്റെ പരിപാടി നടക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് വീഡിയോ പോലും ഈ ഒരു പ്രശ്നത്തിന് ശേഷം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തന്നെ അത്രയും വിഷമിച്ച് ഇരുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. ഇത്രയും ആഗ്രഹിച്ച് വേഗം വരുന്നത് കാത്തിരുന്നതാണ് നമ്മൾ. ഇങ്ങനെ നടന്നപ്പോ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാതെ നിന്നൊരു അവസ്ഥയായിരുന്നത്. എന്റെ അക്കൗണ്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ ആ ഒരു സംഭവത്തെ പറ്റി ഞാൻ ഇതുവരെ നെഗറ്റീവ് വീഡിയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇന്നാണ് ഞാൻ ആ സ്ഥലത്തേക്ക് ഒന്ന് പോകുന്നത്. എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ്, അത്രയ്ക്ക് തൊട്ടടുത്തുള്ള പാടത്താണ് ഈ പരിപാടി നടന്നത്. അവിടേക്കൊന്ന് പോയപ്പോഴേക്ക് ഈ കമ്മിറ്റിക്കാരിലുള്ള ഒരാൾ തന്നെ എന്നെ ഭീഷണിപ്പെടുത്തുകയും എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാട്ടുകാരി എന്ന നിലയിൽ ഞാൻ അവിടെ ചെന്നപ്പോ എനിക്ക് കമ്മിറ്റിക്കാരിൽ നിന്ന് കിട്ടിയ അനുഭവം വളരെ മോശകരമായിരുന്നു. എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താണുള്ളത് നടന്നതെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു കമന്റോ വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ അന്ന് പോസിറ്റീവായിട്ട് ഒരു വീഡിയോ ചെയ്തത് മാത്രം. അതിനുശേഷം ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് ചെല്ലുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു നാട്ടുകാരി എന്ന നിലയിൽ പോലും അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. ഇവിടെ സംഭവിച്ചതിന്റെ സത്യാവസ്ഥ അറിയാതെ ഇടുന്ന നെഗറ്റീവ് വീഡിയോസും കമന്റുകളും കണ്ടിട്ടാണ് പലരും നെഗറ്റീവ് കമന്റുകളും വീഡിയോസും ഇടുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് ഇവര് എന്നോട് ഇങ്ങനെ മോശമായി പ്രതികരിച്ചത്. അതെനിക്ക് മനസ്സിലാവുന്നത് ആ ഒരു അവരുടെ അവസ്ഥയും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നുണ്ട്. കിളിമാനൂർ വെച്ച് നടന്ന ആ പരിപാടിക്കുണ്ടായി വേടം വന്നില്ലായിരുന്നു. അതിന് കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളുണ്ടായി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ വേടനെ വരാനും കഴിഞ്ഞില്ലായിരുന്നു. പക്ഷേ അതുണ്ടെങ്കിൽ പറയുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ അത് അവിടെ വന്ന് ജനങ്ങളെ ഒന്നും കാണിക്കുകയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് പറയുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിട്ടൊക്കെ ആ സമയത്ത് പോകുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് എല്ലാവരും കുറച്ച് വയലൻ്റായും ചെളിയൊക്കെ വാരി എറിയുന്നതായിട്ടും ഉണ്ടായിരുന്നു. അതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരുപാട് ലേഡീസിനുണ്ട് ഇതേ കണക്കുണ്ടെങ്കിൽ ഒരുപാട് ഞരമ്പ് രോഗികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുണ്ടെങ്കിൽ അവന്മാരെ കരപ്പ് തീർക്കാൻ വേണ്ടി ആ സമയം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ സ്ത്രീകളുടെ ദേഹത്ത് കയറി പിടിക്കുക അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടുമില്ലായിരുന്നു. അതും അവിടെ ഭയങ്കര ആൾക്കൂട്ടം ആയിരുന്നു. ഭയങ്കര അതൊരു പ്രശ്ന രീതിയിൽ പോവുകയും അവിടെ ഉണ്ടായിരുന്ന പല സാധനങ്ങൾക്ക് ഭയങ്കര തകരാറാവുകയും ചെയ്തായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി ഇതേ കണക്കുണ്ട് ആ നാട്ടിലൊരു പെൺകുട്ടിയാണ്. അവിടെ കമ്മിറ്റിക്കാരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് കൊണ്ട് ആ കമ്മിറ്റിയിലുള്ള ഒരാളാണ് ഇതേ കണക്കുണ്ടെങ്കിൽ സംസാരിക്കുന്നത്. സോ അയാളുടെ ഭാഗത്ത് മൊത്തത്തിൽ നമുക്ക് തെറ്റു പറയാനും പറ്റില്ല. അയാളുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെൺകുട്ടി ഇതേ കണക്ക് ചെന്ന് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഇതേ കണക്കത്തുള്ള ഇനി ഒരു വലിയൊരു വിഷയം ആക്കണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇതേ കണക്ക് കാര്യങ്ങൾ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ദേഷ്യം വരുന്നതായിരിക്കും. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഒരു മര്യാദയ്ക്ക് സംസാരിക്കണമെന്നുള്ളതൊരു ബോധം വേണം. അതല്ലാതെ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. സോ തനിക്കുണ്ടായ ഒരു ദുരനുഭവം ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തിരുന്നാൽ പോലും ഉണ്ടെങ്കിൽ അന്നത്തെ ആ ദിവസം ഉണ്ടെങ്കിൽ വേടം വരാതിരുന്നപ്പോൾ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് മോശമായിട്ടൊക്കെ റിയാക്ട് ചെയ്തു. പക്ഷേ സംഭവം അറിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ വേടം ചെയ്താൽ കറക്റ്റെന്ന് മനസ്സിലാക്കുകയും പിന്നെ വേടനെ ആരും കുറ്റപ്പെടുത്തുകയും ചെയ്തില്ല. വേടം ചെയ്ത കാര്യം ഉണ്ടെങ്കിൽ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്.